ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്ന് സൺഡേ ആണേ. അപ്പോൾ ഇന്ന് രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റു. കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഇപ്പോൾ കഴിക്കാനായിട്ട് പണിയുള്ളത് കാരണം വലിയ ഒരു ചപ്പാത്തിയോ മറ്റ് വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. മാഗി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം സവോള മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിള്ളേർക്ക് അതിഷ്ടമല്ല. നേരത്തെയൊക്കെ സവോളയും മുട്ടയും പിന്നെ പച്ചമുളകും കടുകൊക്കെ എല്ലാം കൂടെ വഴറ്റിയിട്ടായിരുന്നു ഇടാറ്. അത് കാരണം ഈ പ്രാവശ്യം അങ്ങനെ ഇട്ടില്ല. പിള്ളേർക്കത് ഇഷ്ടമല്ലാത്ത കാരണം വെറും സവോള മാത്രം യൂസ് ചെയ്തു. പിന്നെ നമ്മുടെ കൂടെ കിട്ടിയ മറ്റേ മാഗിയുടെ കൂടെ കിട്ടിയ മസാല ഉണ്ടല്ലോ, അപ്പോൾ അതും ഇട്ടാൽ മതി. അതിനകത്ത് പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ളത് കാരണം കൂടുതലൊന്നും ഇടാൻ പോയില്ല, സവോള മാത്രം ഇട്ടു. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടായി വന്നു. ഇനി സവോള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അങ്ങനെ നമ്മുടെ സവോള ഇവിടെ നല്ലപോലെ ഇച്ചിരി ഒന്ന് മൂത്ത് പോയിട്ടുണ്ട്. കണ്ടില്ലേ, ബ്രൗൺ കളറായി. അപ്പോൾ ഇച്ചിരി ഞാൻ വേറെ എന്തോ ഒരു പണിക്ക് പോയത്, ആ ഗ്യാപ്പിലൊന്ന് കരിയാനൊന്ന് നോക്കി. ഏതായാലും കരിഞ്ഞില്ല, ഒന്ന് ബ്രൗൺ ആയതേ ഉള്ളൂ. ഇനി നമുക്ക് കിട്ടിയ മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയൊരു മാഗി ആയത് കാരണം കുറച്ച് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയ മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. ഒരു ലേശം ഉപ്പും കൂടി ഇട്ടു. അധികം ഉപ്പ് വേണ്ട, കാരണം മസാലയിൽ ഉപ്പുള്ളത് കാരണം ഞാൻ അധികം ഉപ്പിടാൻ നിന്നിട്ടില്ല. അങ്ങനെ ഇനി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാഗി ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇപ്പി മാഗി നമുക്ക് ഇട്ട് കൊടുക്കാവേ. നല്ലപോലെ ഒന്ന് അടുക്കി പിടിക്കാതെ ഇളക്കണം. ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. അധികം വെള്ളം ഒഴിച്ച് ഒന്നീ നല്ലപോലെ വെന്ത് പോവും. പിന്നെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുഴഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതാകുമ്പോൾ കുറച്ച് ഇങ്ങനെ നൂല് പോലെ നമുക്ക് കിട്ടുമല്ലോ കറക്റ്റായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചില്ല. സാധാരണ ഞാൻ വെള്ളമോ ഇല്ലെങ്കിൽ എണ്ണ വഴറ്റാൻ നേരം കൂടിപ്പോവും. ഞാൻ നേരത്തെ കൂടുതലായിരുന്നു എണ്ണ എടുത്തത്, പിന്നെ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചു. അങ്ങനെ കണ്ടില്ലേ നമ്മളുടെ ഇപ്പി മാഗി മസാല. എനിക്കാണെങ്കിൽ ഇതെല്ലാം ഇടുന്നതാണ് ഇഷ്ടം. മുട്ട, സവോള, പച്ചമുളക്, കടുക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇടുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. ഞാൻ പിന്നെ പിള്ളേർക്കും കഴിക്കേണ്ടതല്ലേ എന്നോർത്ത് ഞാൻ അതൊന്നും ഇടാൻ പോയില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. കണ്ടില്ലേ, അപ്പോൾ നമ്മളുടെ ഇപ്പി മാഗി മസാല ദേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ടൊന്ന് കഴിക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.